പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പി. അധ്യക്ഷൻ അമിത് ഷായ്ക്കും അഭിമാന പോരാട്ടമായ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾക്ക് വഴിയൊരുക്കും. പ്രവചനങ്ങൾ ശരിയായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയത്തിന് ശേഷം മോദി തരംഗമില്ലാതാകുന്ന ആദ്യ തെരഞ്ഞെടുപ്പാകും ദില്ലിയിലേത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ദില്ലി ജനവിധിയുടെ പ്രതിഫലനമുണ്ടാകും. ദില്ലിയിൽ ബി.ജെ.പി. പയറ്റിയത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തന്ത്രങ്ങളായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലക്ഷ്യം കണ്ട തന്ത്രങ്ങൾ ഡൽഹിയിൽ പാളുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നേതൃത്വത്തെ തെല്ലൊന്നുമല്ല ഉലച്ചിരിക്കുന്നത്. കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കേജ്രിവാളിന്റെ പിന്തുണയ്ക്ക് തടയിടാനുള്ള തന്ത്രം തുടക്കത്തിലെ പാളിയതാണ്. ബേദിയെ അടിച്ചേൽപ്പിച്ചതിലൂടെ പാർട്ടിയിലുണ്ടായ അഭിപ്രായ ഭിന്നത അമിത്ഷാ പ്രചരണഘട്ടത്തിൽ അടിച്ചമർത്തുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ വിമതസ്വരങ്ങൾ പുറത്തുവരുമെന്ന് ഉറപ്പ്. ആം ആദ്മി പാർട്ടി ജനപ്രിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയപ്പോൾ ബി.ജെ.പി. മോഡിയിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചത്. ആപ്പിന് അനുകൂലമായ തരംഗമാണ് ദില്ലിയുടെ ജനവിധിയിൽ തെളിയുന്നതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബി.ജെ.പിയെ തുണച്ചിരുന്ന മോഡി തരംഗത്തിന് അവസാനമായെന്ന് തെളിയും. അതോടെ ദേശീയതലത്തിൽ സ്വാധീനം നഷ്ടമാകുന്നുവെന്ന് മനസ്സിലാക്കി മോഡിയെ കടന്നാക്രമിക്കാനാകും പ്രതിപക്ഷത്തിന്റെ ശ്രമം. ദില്ലിയിൽ ബി.ജെ.പിയെ തറപറ്റിക്കാനായാൽ മോഡി വിരുദ്ധ ചേരിയുടെ നേതൃനിരയിലാകും കുറ്റിച്ചൂലുമായി കേജ്രിവാളിന്റെ സ്ഥാനം. 20-ാം തീയതി ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിലടക്കം സർക്കാർ പ്രതിരോധത്തിലാകും. അതേസമയം പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് ആം ആദ്മി പാർട്ടിക്ക് മറ്റൊരു തിരിച്ചുവരവ് ദുർഘടമാകും. അധികാരത്തിൽ 9 മാസം തികയ്ക്കാനിരിക്കുന്ന മോഡി സർക്കാരിന്റെ വിലയിരുത്തലായി കരുതപ്പെടുന്ന ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറയുന്ന ഓരോ സീറ്റും മോഡിയുടെ മാറ്റുകുറയ്ക്കും. ബി.ജെ.പിയിലെ മോഡി വിരുദ്ധ ശബ്ദത്തിന് ശക്തി പകരാനാകും ഇത് വഴിയൊരുക്കുക. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ മോദി അമിത്ഷാ ദ്വന്ദ്വത്തിനുള്ള മുന്നറിയിപ്പും. ബി.ജെ.പി. ദേശീയ ആസ്ഥാനത്തു നിന്നും എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.